കിഴക്കമ്പലത്തെ അലുമിനിയം കമ്പനിക്കാർ ഇത് എന്നാ പ്രശ്നമാണ് കാണിക്കുന്നത്? നിലവിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഇങ്ങനെ കൊഞ്ഞനെ കുത്താവോ? കമ്പനിക്കാരെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഒരു കമ്പനി ആളെ ഇറക്കി മത്സരിപ്പിച്ച് പഞ്ചായത്ത് ഭരണം പിടിച്ചാലേ നമ്മുടെ ജനാധിപത്യം എവിടെ ചെന്ന് നിൽക്കും? അതിന് ശവടക്കം ആകത്തില്ലയോ? ഈ വിഷയത്തിന്റെ പ്രസക്തി വെളിവാകുന്നതും അവിടെയാ സഖാവേ. തീ പാറുന്ന ചതുഷ്കോണ മത്സരത്തിൽ 19-ൽ 17 സീറ്റും കമ്പനി പട്ടാളം കരസ്ഥമാക്കിയില്ലേ? ബാക്കി വന്നതിൽ ഒരു സീറ്റ് കോൺഗ്രസിനും 1 SDP ആയിരിക്കും. ഞങ്ങള് കച്ചി തൊട്ടില്ല. നിങ്ങള് കരുതും പോലെ കമ്പനി ഒന്നും അല്ലപ്പാ. കിഴക്കമ്പലത്തിലെ ജനകീയ കൂട്ടായ്മയാണ് ആടെ 2020 എന്ന് പറഞ്ഞ് മത്സരിച്ച് വിജയിച്ച്. വെറുതെ കമ്പനിയിലെ പഠിക്കാതെയെന്ന്. ജനകീയ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നല്ലോ ആചാര്യ. അവിടെ മത്സരിച്ചതും ജയിച്ചതും കമ്പനി തന്നെയാ. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ കമ്പനി തന്നെ തല്ലിക്കൂട്ടിയ കൂട്ടായ്മയാ അത്. അതെന്തിനാണ് തല്ലിക്കൂട്ടിയതെന്ന് കൂടി പറയാ. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ കമ്പനിയുടെ ഡൈയിങ് യൂണിറ്റിന് അനുമതി നിഷേധിച്ച നമ്മുടെ UDF ഭരണസമിതിയെ കെട്ടുകെട്ടിക്കാനാ അവര് തല്ലിക്കൂട്ടിയെ. അതും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്. നിങ്ങൾ എന്തിനാണ് ഈ പറയണേ? ഈ ലക്ഷങ്ങൾ ആവത്തങ്ങൾ ആളുകൾക്ക് തന്നെയല്ലേ കൊടുത്തേ? അവിടെ അരിക്കും പയറും എത്രയാണ് വിലകളെന്ന് അറിയോ? വീട്ടു സാമാനങ്ങൾ മാത്രാന്നോടാ. വീട് തന്നെ കമ്പനിയല്ലേ വെച്ചു കൊടുത്തേ. ആടെ കറണ്ടും കക്കൂസും ഇല്ലാത്തൊരു വീടില്ലാലാ. നിങ്ങൾ കരുതും പോലെ ഇതൊരു സന്നദ്ധ പ്രവർത്തനമൊന്നും അല്ല സഖാവേ. ലാഭത്തിന്റെ ഒരു വിഹിതം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മറവിൽ ചിലവഴിച്ച് ഭരണം പിടിക്കുകയാ അവര് ചെയ്തത്. ഈ പിടുത്തത്തിൽ നിങ്ങൾ കരുതും പോലെ അത്ര പുതുമയൊന്നും ഇല്ലാശാലേ. പണ്ട് ഒറിഗോണിൽ ഓഷോയ്ക്ക് ആശ്രമം തുടങ്ങാൻ നഗരസഭ സമ്മതം കൊടുക്കാതെ വന്നപ്പോ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ശിഷ്യന്മാരെ ഇറക്കി ഓഷോ അവിടെ ഭരണം പിടിച്ചില്ലേ? അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. ഇങ്ങളെന്തിനാന്നിപ്പോ വിദേശത്തെ കഥയെ കൊണ്ട് വരുന്നു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് അദാനി മൂപ്പര് ഇന്ത്യന്നല്ലേ ചെയ്തേ. മോദി മൂപ്പര് സംഘത്തെയും അവരെല്ലാം ജയിപ്പിച്ചെടുത്തേ, കോടികൾ മുടക്കിയിട്ട്. നിങ്ങൾ ഇനി എന്നതൊക്കെ പറഞ്ഞാലും ഇതൊരു ശരിയായ ഏർപ്പാടല്ല ഹാജിയാരെ. കൂട്ടുകക്ഷി ഭരണവും ആരോഗ്യ മോഡലും രാജ്യത്തിന് സമ്മാനിച്ച നമ്മൾ തന്നെ ഇപ്പൊ കോർപ്പറേറ്റ് ഭരണവും കാണിച്ചു കൊടുത്തു. കമ്പനി പട്ടാളത്തിന് എന്തും ആകാന്നുള്ള സ്ഥിതിയായി. ആട്ടുന്നവനെ നെയ്യാനാക്കിയാലോ?